സുഹൃത്തുക്കളെ, നാം ഇന്ന് കെ രാഘവൻ തിരുമുൽപ്പാടിൻ്റെ 100-ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. അദ്ദേഹം അന്തരിച്ചിട്ട് 10 വർഷമായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നെപ്പോലൊരാളിൽ വളരെ ശക്തമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം എനിക്ക് ഓർമ്മ വച്ച നാൾ മുതൽ പരിചിതനായ ഒരു വ്യക്തിയാണ്. പക്ഷേ കൂടുതൽ അടുത്ത ഒരു ബന്ധം സ്ഥാപിച്ചത് 1975 മുതൽ 1985 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇടക്കാലത്ത് 1970-കളുടെ അവസാനത്തെ 2-3 വർഷങ്ങളിൽ ചാലക്കുടിയിൽ ഞാൻ ഉദ്യോഗസംബന്ധമായി സ്ഥിരതാമസമാക്കിയപ്പോഴാണ് മിക്കവാറും ഒരു നിത്യൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുള്ളത്. കാലത്ത് ഉച്ചയ്ക്ക് മുൻപായിട്ട് തിരുമുൽപ്പാടിൻ്റെ അടുത്ത് സംവാദങ്ങൾ നടത്തുക, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് അനുഭവമുണ്ടായിരുന്ന നക്സലൈറ്റുകളുമായി സംവാദം നടത്തുക, ഇതായിരുന്നു ഒരു ചിട്ട. പക്ഷേ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാകുന്നത് എൻ്റെ മാനസികമായ ചിന്താമൂലകങ്ങളിൽ കഠിനമായ രാസപരിണാമം വരുത്തിയ ഒരാളാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഒരു സ്വാധീനം മരിച്ചവരോ ഇന്ന് ജീവിച്ചിരിക്കുന്നവരായ 3-4 സാഹിത്യകാരന്മാരാണ് എന്നിൽ ചെലുത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്താൽ സ്വാധീനിക്കപ്പെടണമെന്ന് അക്കാലത്ത് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിലന്ന് വിള്ളലേറ്റുകൊണ്ടിരുന്ന മാർസിയൻ ചിന്തയെ കുറിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹം അബോധപൂർവമായി തന്നെ എന്നെ വളരെ സ്വാധീനിച്ചു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചാലക്കുടി പട്ടണത്തെ കേന്ദ്രമാക്കിയുള്ള ഒരു ഗ്രാമ സമുച്ചയത്തിൻ്റെ ഗ്രാമവൈദ്യനായിരുന്നു എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതലേ. അദ്ദേഹം വളരെ ആദരിക്കപ്പെട്ടിരുന്നു ഈ ഗ്രാമ സമുച്ചയത്തിൽ. എനിക്ക് ഓർമ്മയുള്ള കാലത്തൊക്കെ അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു. വളരെ ലളിത വേഷധാരിയായി ഒരു മുണ്ടും ഒരു തോർത്തുമുണ്ടുമായിട്ട് ഈ ഗ്രാമങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നെങ്കിലും ആ ചെറുപ്പം അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് ആർക്കും ഒരു തടസ്സമായിരുന്നില്ല. അദ്ദേഹത്തിന് പൊതുവെ
ജ്ഞാനവൃദ്ധരോടായിരുന്നു അന്നും കൂടുതൽ ഇടപാടുകൾ. പനമ്പിള്ളിയെപ്പോലുള്ള വലിയ രാഷ്ട്രീയ നേതാക്കൾ, മഹാവൈദ്യന്മാർ, അധ്യാപക ശ്രേഷ്ഠർ, ഇങ്ങനെ പ്രായമുള്ള ആളുകളാൽ പോലും അദ്ദേഹം വളരെ ആദരിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം, പരക്ലേശ വിവേകം, മറ്റ് ചിന്താധാരകളോടുള്ള സഹിഷ്ണുത, ഇതൊക്കെ അദ്ദേഹത്തെ വളരെ ആദരണീയനാക്കിയിരുന്നു. ഇത്രമാത്രം വാക്കും പ്രവൃത്തിയും ഇണങ്ങി ജീവിച്ചിട്ടുള്ള ഒരു സമഗ്ര വ്യക്തിത്വത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ വളർന്നതിനാൽ അദ്ദേഹത്തിനുണ്ടായ പരക്ലേശ വിവേകം, ഗാന്ധിയൻ ചിന്തയിൽ അദ്ദേഹത്തിന് ഉള്ള അടിയുറച്ച വിശ്വാസം, അദ്ദേഹത്തിൻ്റെ യൗവനവും യൗവനങ്ങളൊക്കെ സ്വാതന്ത്ര്യ സമര ചൂടും നിലനിന്നിരുന്ന കാലത്താണ് ഉണ്ടായിരുന്നത്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച സംസ്കൃതം, ആയുർവേദം, വ്യാകരണം, ജ്യോതിഷം, തർക്കം, ഇവയൊക്കെ അദ്ദേഹത്തെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളാക്കി തീർത്തു. അതിനോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ചിന്തകളെ ആവാഹിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ഇംഗ്ലീഷ് വായന തുടർന്നിരുന്നു. ഇതെല്ലാം ചേർന്ന ഒരു സമഗ്ര വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബാല്യ യൗവനങ്ങൾ വളരെ ദരിദ്രമായിരുന്നു, വളരെ ദുരിതപൂർണമായിരുന്നു. തൻ്റെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ വിറ്റ്, എരുമകളെ വാങ്ങി പാല് കറന്ന് വിറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ മെട്രിക്കുലേഷൻ വരെ പഠിപ്പിച്ചത്. ഉയർന്ന മാർക്കുണ്ടായിട്ടും തുടർന്ന് പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മദ്രാസിൽ ഒരു റെയിൽവേ ഗുമസ്തനായിട്ട് പോവുകയാണ് ചെയ്തത്. അവിടെ വളരെ അഴിമതി സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം പോയത്. സ്വാഭാവികമായിട്ടും സത്യസന്ധനായി തുടർന്നത് മൂലം ജീവസന്ധാരണം തന്നെ വളരെ ദരിദ്രമായിരുന്നു. അവിടെ വെച്ച് ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന വാസുദേവൻ നമ്പീശൻ്റെ ചികിത്സയിൽ അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായി. പിന്നീട് വീണ്ടും അദ്ദേഹം രോഗബാധിതനായി. അന്ന് വലിയ ഒരു അസ്തിത്വ പ്രശ്നം നേരിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഒരു നാസ്തികനുമായിരുന്ന വെങ്കടാചലയ്യ മാസ്റ്റർ പറഞ്ഞിട്ടാണ് അദ്ദേഹം മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ വേണ്ടി ഭഗവത്ഗീത തർജ്ജമ ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ഓരോ അധ്യായങ്ങളും പുരോഗമിക്കും തോറും താൻ രോഗവിമുക്തനായെന്ന് രാഘവൻ തിരുമുൽപ്പാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന്
അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ജ്യോത്സ്യ പ്രവചനം നടത്തിയിരുന്ന ആളുകൾ അദ്ദേഹത്തിന് രോഗശമനമുണ്ടാവുമെന്നോ ദീർഘായുസ്സായി ജീവിച്ചിരിക്കുമെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വിധത്തിൽ തൻ്റെ ജീവിതചര്യകൾ കൊണ്ടും സത്കർമ്മങ്ങൾ കൊണ്ടും അദ്ദേഹത്തെ ജ്യോതിഷ പ്രവചനങ്ങൾ മാറ്റിക്കുറിക്കുകയാണ് ഉണ്ടായത്. ദേശീയ സമരത്തിൻ്റെ ചൂടിലാണ് ബാല്യകൗമാരങ്ങൾ ഉണ്ടായത് എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ രീതികളെല്ലാം തൻ്റെ വൈദ്യശാസ്ത്ര പ്രയോഗം ഉൾപ്പെടെ ഗാന്ധിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈദ്യമുറി ഞാൻ ഇടപെട്ടിരുന്ന ഒരു 80കൾ പകുതി എങ്കിലും വളരെ ലളിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സാ മുറി വളരെ ലളിതമായിരുന്നു. 2 മരബെഞ്ചുകളും ഒരു മേശയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഏകദേശം മുട്ടുരങ്ങുന്ന ഒരു വസ്ത്രം മാത്രമാണ് അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവുക. അന്ന് രോഗികൾ വരും. ഞാൻ ഈ രോഗികൾക്കിരിക്കുന്ന ബെഞ്ചിൻ്റെ ഒരറ്റത്ത് ഇരുന്ന അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതിയെ സസൂക്ഷ്മം വീക്ഷിക്കാറുണ്ട്. രോഗികളില്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫീസൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വരുന്ന രോഗികൾ, ദരിദ്രരായ സ്ത്രീകൾ, അവർ 1-2 രൂപ കൊടുക്കും. 50കളിലൊക്കെ പഞ്ചസാരയും മോരും പച്ചക്കറിയൊക്കെ ആയിരുന്നു ഫീസായിട്ട് കിട്ടിയിരുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്. അവരോടുള്ള സമീപനം ഈ ദരിദ്ര രോഗികൾ അദ്ദേഹത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കാത്തു. അതോടൊപ്പം അതിസമ്പന്നനാകുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. അത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി ഔഷധ കേന്ദ്രിതം എന്നതിനേക്കാൾ കേന്ദ്രിതമായിരുന്നു. പഥ്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ഊന്നിയത്. അദ്ദേഹം മിക്കവാറും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സയിലെല്ലാം ഒരു ഗാന്ധിയൻ പ്രബോധകാംശം ഉണ്ടായിരുന്നു. ചികിത്സ വെറും ഭൗതികമായ ഒരു കാര്യമല്ല. ഭൗതികം എന്നതിനോടൊപ്പം തന്നെ മാനസികവും ആത്മീയവും ആണെന്ന് അദ്ദേഹം കരുതിയിരുന്നു. എല്ലാ രാഗങ്ങളും രോഗങ്ങളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന് ഇത്തരം ഒരു രീതിയിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം ആകസ്മികമായി ഒരിക്കൽ കണ്ടെത്തിയിരുന്ന മാമ്പലം വിദ്യാരണ്യസ്വാമി എന്ന നാരായണ ഗുരുദേവൻ്റെ ശിഷ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, അദ്ദേഹം വൈദ്യവിദ്യാർത്ഥി ഇരിക്കുമ്പോൾ പറഞ്ഞത്, നന്നായി പഠിക്കണം, നമ്മുടെ ചുറ്റുപാടിനുള്ള 4-5 ഔഷധങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയണം. അത് ദരിദ്രരെ ഉദ്ദേശിച്ചിട്ടുള്ള, ദരിദ്ര രോഗികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞത്. ഇപ്പോൾ വാഗ്ഭടാചാര്യനൊക്കെ പറയുന്ന ചികിത്സയിൽ രോഗിയുടെ ഒരു യോഗ്യത പറയുന്ന രോഗി ആഢ്യനായിരിക്കണം, അതായത് ധനികനായിരിക്കണമെന്നാണ്. ഈ ആചാര്യ മതത്തെ അദ്ദേഹം തിരുവുൽപ്പാട് അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം അംഗീകരിച്ചിരുന്നത് ഈ വിദ്യാരണ്യസ്വാമി പറഞ്ഞ നമ്മളുടെ ചുറ്റുപാടുമുള്ള 4-5 മരുന്നുകൾ കൊണ്ട് ദരിദ്ര രോഗികളെ ചികിത്സിക്കണം എന്നുള്ളതാണ്. ഈ ഗാന്ധിയൻ പ്രബോധകാംശം അദ്ദേഹം സമൂഹത്തെ ചികിത്സിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. സാമൂഹികമായ രോഗങ്ങളെ ചികിത്സിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. മിക്കവാറും
ഞങ്ങളുടെയൊക്കെ ഈ നാട്ടിലെ ചാലക്കുടിയും ചുറ്റുപാടുമുള്ള 5-6 ഗ്രാമങ്ങളും ചാലക്കുടി പട്ടണത്തും ഒക്കെ ഒരു കാലത്ത് തിരുമുൽപ്പാടില്ലാത്ത ഒരു സാംസ്കാരിക സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല. തന്നെയല്ല, ജനങ്ങളോടുള്ള സംവദിക്കാനുള്ള ഒരവസരവും അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല. അവിടെ പോയി, അവിടങ്ങളിലെല്ലാം പോയി ഈ അദ്ദേഹം എങ്ങനെ ഭൗതികതയും മാനസിക ജ്ഞാനവും ആത്മീയതയും കലർത്തിയോ, ഇതെല്ലാം കലർത്തി സമൂഹത്തെ ചികിത്സിക്കുന്ന വിധത്തിൽ ഗാന്ധിയുടെ വിഷയങ്ങളായിരുന്ന ജാതി നിർമ്മാർജ്ജനം, മദ്യവർജനം, വിദ്യാഭ്യാസം, ഇവയൊക്കെ സംസാരിച്ചു. ഇതൊക്കെ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ സംശയം ഇത്തിരി ഒരു സിനിക്കലായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ആശയങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ടാണ് മനസ്സുകളെ ബാധിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന സ്ഥലത്തൊരു സ്ത്രീയുടെയോ ഒരു കുട്ടിയുടെയോ മനസ്സിൽ ഞാൻ പറഞ്ഞത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർമ്മം വിഫലമായില്ല എന്നാണ് കണക്കാക്കുന്നത് എന്നായിരുന്നു. തിരുമുൽപ്പാടിൻ്റെ മറ്റൊരു വിശിഷ്ടമായ കാര്യം, ഇത്ര അധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ ബുദ്ധിജീവിപരമായ അധികാരം മറ്റൊരാളുടെ മേലും അദ്ദേഹം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ ഞാൻ അധികം കണ്ടിട്ടില്ല. എൻ്റെ ഇപ്പോൾ ഒരു 19 കൊല്ലത്തെ എഴുത്ത് ജീവിതത്തിലോ പൊതുജീവിതത്തിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഞാനിങ്ങനെയൊക്കെ വായിച്ചിരിക്കുന്നു, കണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കണ്ട. ഇത്തരം ഒരു സമീപനമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു പ്രത്യയശാസ്ത്രത്തെയും അന്ധമായിട്ട് എതിർത്തിട്ടില്ല. ഒരു പ്രത്യയശാസ്ത്രത്തിനും അന്ധമായി കീഴടങ്ങി കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇത്രയധികം ജ്ഞാനാർജനം കൊണ്ടുണ്ടായിട്ടുള്ള പാണ്ഡിത്യം, അതിൻ്റെ അടിയുറച്ച ഒരു ഉള്ളുറുപ്പ് മൂലം അദ്ദേഹം എപ്പോഴും തൻ്റെ ബോധ്യങ്ങളിൽ അടിയുറച്ച് നിന്നു. ഇപ്പോൾ 70കളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ചിന്താധാരകളും പുതിയ സംവാദ മേഖലകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. പക്ഷേ അതിങ്ങനെ മഴ പോലെ പെയ്തിരുന്ന തൻ്റെ ഈ ബോധ്യത്തിൻ്റെ കുട ചൂടി അക്ഷോഭ്യനായി അദ്ദേഹം നിന്നു. അദ്ദേഹം ഒരു ചിന്താധാരയെയും ഭയപ്പെട്ടിരുന്നില്ല. അന്ന് ഞാനൊക്കെ ഈ മാർക്സിസത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ വിള്ളൽ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അത്തരം സമയങ്ങളാണ് നമ്മൾ മാനസികമായി കൂടുതൽ വിക്ഷുബ്ധമാക്കുക. അദ്ദേഹമായിട്ടുള്ള ധാരാളം സംവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അന്ന് ഞാനാണ് സംവാദങ്ങളിൽ പ്രക്ഷുബ്ധനാവുക, അദ്ദേഹം പ്രക്ഷുബ്ധനാവാറില്ല. അദ്ദേഹം ആ സോക്രട്ടീസിൻ്റെ ചിരിയോടുകൂടിയ ചെറിയ ചോദ്യങ്ങൾ കൊണ്ട് എൻ്റെ വായടയ്ക്കാറേയുള്ളൂ. ആ സോക്രട്ടീസിൻ്റെ ചിരി അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്കിടയിലും ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം മാർക്സിസം മഹാത്മാവും ഇസവും മഹാത്മാവും എന്നുള്ള EMSൻ്റെ ഒരു പുസ്തകത്തിന് 1957 ഒരു പ്രതിപുസ്തകം, മഹാത്മാവും ഇസവും എന്ന പേരിൽ ഒരു പ്രതിപുസ്തകം എഴുതിയ മഹാനാണ്. പക്ഷെ അദ്ദേഹം മാർക്സിസത്തിനെ മാർക്സിസം അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ടാകാമെങ്കിലും അദ്ദേഹം മാർക്സിസത്തിനെ എതിർത്തില്ല. അതിൽ നല്ല വശങ്ങളൊക്കെ ഉൾക്കൊണ്ടിരുന്നു. അലോപ്പതിയുടെ കാര്യത്തിലായാലും അദ്ദേഹം അലോപ്പതിയെ എതിർത്തിട്ടില്ല. അതിൽ നല്ല വശങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയും. അദ്ദേഹം തന്നെ അലോപ്പതി ആവശ്യാനുസരണമായി ഉപയോഗിച്ചിരുന്നു. എന്നോട് പലതവണ അലോപ്പതി ചികിത്സയുടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹോമിയോപ്പതി, പ്രകൃതി ചികിത്സ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക മാത്രമല്ല പുസ്തകം വരെ എഴുതിയിട്ടുള്ള ഇത്തരം ഒരു വലിയ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ, ഞാൻ അദ്ദേഹത്തെ ഒരുപക്ഷെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അത്തരമൊന്നും എനിക്ക് പരിചിതമാകുമായിരുന്നില്ല.
എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മഹാവൈദ്യൻ എന്ന ഖ്യാതി അദ്ദേഹത്തിനെക്കുറിച്ച് ഉണ്ടായിരുന്നു എങ്കിലും വലിയൊരു സാമൂഹ്യ ചിന്തകൻ എന്ന നിലയിലുള്ള ഖ്യാതി അദ്ദേഹത്തിനുണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലത്ത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ചിന്ത കൊണ്ട് സ്വാധീനിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ എനിക്കിത് വലിയൊരു അലോസരമുണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിനെക്കുറിച്ച് സമഗ്രമായ ഒരു ലേഖനം എഴുതണം എന്ന് 2000 പുതിയ നൂറ്റാണ്ട് തുടങ്ങുന്ന സമയത്ത് വല്ലാത്തൊരു ഒബ്സഷനായിട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അന്നുള്ള വലിയ ജോലി തിരക്ക് കാരണം അതിങ്ങനെ നീണ്ടുപോയി. അപ്പോഴാണ് അദ്ദേഹം രോഗാതുരനായി വളരെ അത്യാസന്ന നിലയിൽ അദ്ദേഹത്തെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് എനിക്ക് വലിയ പശ്ചാത്താപത്തിന് കാരണമായി. എൻ്റെ ജീവിതം ഒരു വീടാക്കടമായി തീരുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ 2 രാപ്പകലുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ലേഖനം ഞാൻ തയ്യാറാക്കി. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് 2009 അവസാനമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് രോഗശമനം വന്നു. അതിനിടെ ഞാൻ ഈ കയ്യെഴുത്ത് പ്രതിയുമായിട്ട് അദ്ദേഹം വിശ്രമിച്ചിരുന്ന IVGM ഹോസ്പിറ്റലിൽ പോയിട്ട് അത് വായിച്ച് കേൾപ്പിച്ചു. തന്നെയുമല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അത് അയച്ചു കൊടുത്തു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അത് വളരെ ഹാർദമായി സ്വാഗതം ചെയ്യും, വളരെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് അദ്ദേഹം വായിച്ചു എന്ന് മാത്രമല്ല, തൊട്ടടുത്ത ലക്കത്തിൽ എൻ്റെ ലേഖനത്തെ പൂർത്തീകരിക്കുന്ന വിധത്തിൽ അനുഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തു. പിന്നീട് 1 വർഷത്തിനകം അദ്ദേഹം അന്തരിച്ചു. നമ്മൾ ലോകം മുഴുവൻ ബാധിച്ചിട്ടുള്ള ഒരു മഹാമാരിക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഗ്രന്ഥങ്ങളിൽ കൂടിയും തൻ്റെ പ്രഭാഷണങ്ങളിൽ കൂടിയും നൽകിയ താക്കീതുകൾ ഇത്തരം മഹാമാരിക്കിടയിലും ഈ മഹാമാരിക്കിടയിലും ഇനി വരാനിരിക്കുന്ന മഹാമാരികൾക്കിടയിലും എത്രമാത്രം പ്രസക്തമാണെന്ന് അദ്ദേഹത്തെ അടുത്ത് അറിയുന്നവർ പരിശോധിക്കേണ്ടതാണ്. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ COVID-19 ശാരീരിക, മാനസിക, ആത്മീയ സമസ്യകൾ എങ്ങനെ നിർദ്ധാരണം ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ രചനാശൈലിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രബോധക ശൈലിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ അറിയുന്ന ഏത് എഴുത്തുകാരനും പണ്ഡിതനും അപ്രസക്തനായാലും തിരുമുൽപ്പാട് ചരിത്രത്തിൽ ഒരിക്കലും അപ്രസക്തനാവുകയില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. നമസ്കാരം.